ശ്രീലങ്കയിലേക്ക് ഒന്ന് പോകണം. അവിടെ വലിയ ദുരിതം, വലിയ നാശം വിതച്ചാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 100 കടന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. 2 ലക്ഷം പേരാണ് ദുരന്തം അനുഭവിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇതിനൊപ്പം തമിഴ്നാട്ടിലും മറ്റും മഴയുടെ വലിയ മുന്നറിയിപ്പുണ്ട്, ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികളടക്കം 48 മണിക്കൂറിലധികമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുണ്ട്. 48 മണിക്കൂറിലധികമായാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം തമിഴ്നാടിനെ ശ്രീലങ്കയെ വല്ലാത്ത തരത്തിൽ ദുരിതം വിതച്ചുകൊണ്ടുള്ള വലിയ ചുഴലിക്കാറ്റ് അതിപ്പോൾ തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലേക്കൊക്കെ ജാഗ്രത നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. 2 ലക്ഷം മനുഷ്യരാണ് ഇപ്പോൾ ദുരിതം ബാധിച്ച് അവിടെ കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ തീരപ്രദേശങ്ങളിൽ വലിയ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ശ്രീലങ്കയൊക്കെ മത്സ്യമേഖലയൊക്കെ സജീവമായ ഒരു സ്ഥലമാണ്. അവരുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. ആ മേഖലയിലൊക്കെ ഈ ചുഴലിക്കാറ്റ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. പാർവതി, വല്ലാത്ത ഒരു അവസ്ഥയാണല്ലേ ഈ ചുഴലിക്കാറ്റ്? അതിൻ്റെ പരിധി കടന്ന് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിനേക്കാളും വലിയ തോതിലുള്ള നാശം വിതച്ചിരിക്കുന്നു ശ്രീലങ്കയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ എങ്ങനെയാണ് അവിടെ? അതെ രഞ്ജിത്ത്, ശ്രീലങ്ക കടുത്ത ദുരിതത്തിലാണ്. ഏകദേശം 100-ലധികം ആൾക്കാർ ദുരന്തത്തിൽ ശ്രീലങ്കയിൽ മരണപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മണ്ണിടിച്ചിലും പ്രളയവും വലിയ നാശം വിതച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ മണ്ണിനടിയിലാണ്. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കില്ലാതായിരിക്കുന്നു. ശ്രീലങ്കൻ ഭരണകൂടം ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനുമായി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 100 കടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മണ്ണിനടിയിലായി നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ പേരാണ് ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റ് മൂലം ദുരിതം അനുഭവിക്കുന്നത്. പ്രളയവും മണ്ണിടിച്ചിലും മൂലം ഈ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. കെലാനി, അട്ടനഗലു നദികളിലെ ജലനിരപ്പ് കൂടി ഉയർന്നതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കൊളംബോയും ഗംബഹഗയും മോശം സ്ഥിതിയിലാണ്. ചുഴലിക്കാറ്റ് നിലവിൽ ശ്രീലങ്കയുടെ തീരത്തും അതിനോട് ചേർന്നുള്ള തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്കും നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നവംബർ 30, അതായത് നാളെ പുലർച്ചയോടുകൂടി തമിഴ്നാട്, തെക്കൻ ആന്ധ്ര തീരങ്ങളിലേക്ക് ചുഴലിക്കാറ്റ് എത്തുമെന്നും ചെന്നൈ ഉൾപ്പെടെയുള്ള 14 ജില്ലകളിൽ ഇതിനോടനുബന്ധിച്ച് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 30 പുലർച്ചയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും ചുഴലിക്കാറ്റെത്തും. തെക്കൻ തമിഴ്നാട് തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. റെയിൽ സർവീസുകളും താറുമാറായി. പലയിടത്തും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റുകളടക്കം കടപുഴകി, മരങ്ങൾ കടപുഴകി. ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ തന്നെ ഏറെ സമയം വേണ്ടിവരും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, മയിലാടുംതുറൈ എന്നിവയുൾപ്പെടെ നാളെ വരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുച്ചേരി തുറമുഖത്ത് 2ാം നമ്പർ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സിഗ്നൽ നൽകിയിട്ടുണ്ട്. തീരത്ത് ശക്തമായ കാറ്റാണ്. തീരദേശ മേഖല ആകെ ഈ ദുരന്തത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കടലിലേക്ക് പോയവരെ തിരികെ വിളിച്ചിട്ടുണ്ട്. ഒപ്പം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥിതി വിലയിരുത്താനായി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ റെഡ് അലേർട്ട് മേഖലകളിലും സമാനമായ സ്ഥിതി തന്നെയാണ്. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തൊട്ടടുത്തുള്ള തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ചുഴലിക്കാറ്റ്
മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ഈ ദുരന്തത്തിൽ 100-ലേറെ പേർ മരിച്ചുവെന്നാണ്. മരണസംഖ്യ ഉറപ്പാണ് ഇനിയും ഉയരുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ആളുകളെ വീടും മറ്റും നഷ്ടപ്പെട്ട ആളുകളെ സ്കൂളുകളിലേക്കും മറ്റ് പൊതു ഷെൽട്ടറുകളിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരത്തെ തന്നെ വ്യാപാരം നിർത്തിവച്ചിരുന്നു. 250-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇന്നലെ രാത്രി വരെ ശ്രീലങ്കയിൽ തുറന്നത്. ഇപ്പോൾ ആ സംഖ്യ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാകാം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. INS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവ സഹായത്തിനായി ഇന്ത്യ വിട്ടു നൽകിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക്, ജീവൻ നഷ്ടമായ ജനങ്ങൾക്ക് ഇന്ത്യ ആദരമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ ഭരണകൂടവുമായി അവിടുത്തെ സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. കൊളംബോയിലെത്തി ഈ INS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവ ഇന്ത്യ സഹായത്തിനായി വിട്ടു നൽകിയിട്ടുണ്ട്. ഇവ കൊളംബോയിലെത്തി ദുരിതാശ്വാസ സാധനങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 12 ടീം, അതായത് ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം തമിഴ്നാട് മേഖലയിലും ആന്ധ്രാ തീരത്തും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ തമിഴ്നാട്ടിൽ 12 ടീം NDRF സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇവ 16 ജില്ലകളിലായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത്. കാഞ്ചീപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പെട്ട്, ചെന്നൈ, വെല്ലൂർ, റാണിപ്പെട്ട്, തിരുവണ്ണാമലൈ, നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാവൂർ, പുതുക്കോട്ടൈ, കൂടല്ലൂർ, വില്ലുപുരം, തിരുനെൽവേലി, തൂത്തുക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് NDRF സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ഇവർ സജ്ജമാണെന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ദുരന്തമാണ് ശ്രീലങ്കയിൽ സംഭവിച്ചിട്ടുള്ളത്. കിഴക്കൻ മധ്യ ശ്രീലങ്കൻ ഭൂപ്രദേശത്താണ് ഈ ചുഴലിക്കാറ്റ്, ഡിറ്റ്വ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചത്. ഇവിടെ 300 മില്ലിമീറ്ററിലേറെ മഴ പെയ്തുവെന്നാണ് മനസ്സിലാക്കുന്നത്. ബാദുല്ല ജില്ലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 30ഓളം പേരാണ് മരിച്ചത്. 43,991 പേരെ സ്കൂളുകളിലേക്കും മറ്റ് ദുരന്ത നിവാരണ കേന്ദ്രങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചു. കൂടുതൽ പേരെ ഒരുപക്ഷെ പാർവതി, ശ്രീലങ്ക കണ്ടതിലേക്കും ഏറ്റവും വലിയ ദുരിതം അങ്ങനെ വിശേഷിപ്പിക്കണം. നേരത്തെ ഈ കാറ്റുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ശക്തിയോടുകൂടി ഈ കാറ്റ് ആഞ്ഞടിക്കുമെന്നും ഇത്ര വലിയ മരണം ഉണ്ടാകുമെന്നും സാധാരണ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാറുണ്ട്. ദുരിതം കുറയ്ക്കാനുള്ള സാങ്കേതികമായ നിരവധി സംവിധാനങ്ങളുള്ള ഒരു സമയം കൂടിയാണ്. അതെന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്ര മരണവും ഇത്ര നാശനഷ്ടവും ഒക്കെ രേഖപ്പെടുത്തിയത്? വേണ്ട മുന്നൊരുക്കങ്ങൾ, പ്രതിവാസ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന് മനസ്സിലാക്കണമല്ലോ. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കൻ ഭരണകൂടം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ തീരമേഖലയിലടക്കമാണ് വലിയ നാശമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മണ്ണിടിച്ചിലും വലിയ തോതിൽ ആൾനാശമുണ്ടാക്കി. നിരവധി പേരെയാണ് മണ്ണിടിച്ചിലിൽ കാണാതായത്. നിരവധി പേരെ ഇനി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ സൈന്യം അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ ശ്രീലങ്കയ്ക്ക് മറ്റ് രാജ്യങ്ങൾ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ തന്നെ അവർക്ക് സഹായത്തിനായി എല്ലാ സംവിധാനങ്ങളും ഉറപ്പു നൽകുകയും അത് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. സൈന്യവും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. സാധ്യമായ എല്ലാ സഹായങ്ങളും മറ്റു രാജ്യങ്ങളും ശ്രീലങ്കയ്ക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലൊക്കെ ആയതിനാൽ തന്നെ ഇതിൻ്റെ ഒരു നാശനഷ്ടവും വലിയ തോതിൽ കൂടാനാണ് സാധ്യത. പലയിടങ്ങളിലും വെള്ളത്തിനടിയിലാണ്. നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ചുഴലിക്കാറ്റ്, കനത്ത മഴ, വെള്ളപ്പൊക്കം, അങ്ങനെ വല്ലാത്ത ഒരു ദുരിത കാലത്തിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോകുന്നത്. 100 പേർ ഇതിനകം മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. 2 ലക്ഷം പേർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സർക്കാരുകൾക്ക് വളരെ വേഗം ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള, മുൻകരുതലുകൾ എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു കാലമാണ്. മുന്നറിയിപ്പുകൾ ഉണ്ടാകും. ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടും അത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ദരിദ്ര രാജ്യമാണ്. സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ സാധാരണ നിലയിൽ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് ഈ ദുരിതാശ്വാസ കാര്യത്തിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയധികം മരണത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ തീരദേശ മേഖലയാണ്. ഈ കടൽ തീരങ്ങളിലും മറ്റും നിരവധി കെട്ടിടങ്ങളും ആളുകൾ താമസിക്കുന്ന പശ്ചാത്തലമുണ്ട്. മത്സ്യബന്ധന മേഖലകളുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ
ഏറ്റവും വലിയൊരു ദുരിതകാലത്തിലൂടെ ശ്രീലങ്ക കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർവതി, ഒപ്പം ഈ വിമാന സർവീസുകളുടെ കാര്യത്തിലും ചില ജാഗ്രതകൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഏതാണ്ട് 300ഓളം ഇന്ത്യയിൽ നിന്നുള്ള 300ഓളം വിമാനങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലാകുന്നു. ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ ശ്രീലങ്കയിലേക്കും അവിടെ നിന്നുമുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ വ്യോമഗതാഗതത്തെ ബാധിക്കത്തക്ക വിധത്തിൽ അതെപ്പോഴേക്ക് ഈ കാറ്റിനൊരു ശമനം ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ? രഞ്ജിത്ത്, 2 ദിവസം കൂടി ഈ കാറ്റിൻ്റെ ഒരു പ്രഭാവം ശ്രീലങ്കയിൽ ഉടനീളം ഉണ്ടാകും. ശ്രീലങ്കയിൽ മാത്രമല്ല, അത് ശ്രീലങ്കയോട് ചേർന്ന് കിടക്കുന്ന ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും അതുണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, നിരവധി വിമാന സർവീസുകൾ ഡൈവേർട്ട് ചെയ്യുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. ട്രാക്കുകളിലടക്കം വെള്ളം കയറി പലയിടത്തും ഗതാഗതം താറുമാറായിട്ടുണ്ട്. റോഡിലും വലിയ വെള്ളക്കെട്ടാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആളുകൾ സ്വയരക്ഷയ്ക്കായി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി തെങ്ങിന് മുകളിൽ ഒക്കെ കയറിയിരിക്കുന്ന കാഴ്ചയൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എയർഫോഴ്സ് അടക്കമുള്ളവർ സഹായത്തിനായി രംഗത്തുണ്ട്. അവർ ഇവരെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ റെയിൽ, റോഡ്, വ്യോമ ഗതാഗതമൊക്കെ ശ്രീലങ്കയിൽ താറുമാറായ അവസ്ഥയാണ്. ഇനിയും സമയമെടുക്കും ഇവയൊക്കെ പുനഃസ്ഥാപിക്കാൻ.